സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 7th ചാപ്റ്ററായ ഈശാവാസ്യം ഇദം സർവം. ഈശ്വരൻ എല്ലായിടത്തും വസിക്കുന്നു, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ നോക്കാം. ആയി ബഹു ബാലാഹ കിം ഭവന്തഃ ജാനന്തി ഈശ്വരഃ കുത്ര അസ്തി. കുഞ്ഞുങ്ങളെ, കുട്ടികളെ, നിങ്ങൾക്കറിയാമോ ഈശ്വരൻ എവിടെയാണുള്ളതെന്ന്? എവിടെയാണ്? മാനേ ഈശ്വരഃ ദേവാലയേ ഭവതി. ടീച്ചർ, ഈശ്വരൻ അമ്പലത്തിലാണുള്ളത്, അമ്പലത്തിലാണ്. ബത്സാഹ ഈശ്വരഃ ന കേവലം ദേവാലയേ അപിതു സർവത്ര. ഈശ്വരൻ വെറും അമ്പലത്തിൽ മാത്രമല്ല, മറിച്ച് എല്ലായിടത്തും ഉണ്ട്. തത് കഥം ആചാര്യേ, അതെങ്ങനെയാണ് ടീച്ചർ? ടീച്ചർ പറയാണ്, കിം ഈശാവാസ്യമിതം സർവം ഇതി ന ശ്രുതവന്തഃ. എന്തേ, ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? നൈവ ആര്യേ തസ്യ കഃ അർത്ഥഃ. ഇല്ല ടീച്ചർ, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഏതത് സർവം ജഗത് ഈശേന വ്യാപ്തമസ്തി. അതായത് ഈ സമ്പൂർണ്ണ ലോകവും ഈശ്വരനാൽ നിറഞ്ഞു നിൽക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. അതായത് എല്ലായിടത്തും ഈശ്വരനുണ്ട്. ഈശ്വരഃ സർവത്ര അസ്തി ഇതി അർത്ഥഃ. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, മാനേ ഈശ്വരഃ വൃക്ഷേ കക്ഷായാം ശിലായാം ക്രീഡാങ്കണേ ചാപി അസ്തി കിം. ടീച്ചർ, ഈശ്വരൻ മരത്തിലും ക്ലാസ്സിലും കല്ലിലും പ്ലേ ഗ്രൗണ്ടിലും ഒക്കെ ഉണ്ടോ? ടീച്ചർ പറയാണ്, ആം, അതെ, ഈശ്വരഃ സർവത്ര അസ്തി. അതെ, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. പുരാ കശ്ചന, പണ്ട് ഏതോ ഭവാദൃശഃ അല്പവയസ്കഃ ബാലഃ, നിങ്ങളെപ്പോലെ ചെറുപ്രായത്തിലുള്ള ഒരു കുട്ടി ഈശ്വരഃ സർവത്ര അസ്തി ഇതി ദർശിത്വാൻ, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്ന് കാണിച്ചു തന്നു. ഇതാനും, ഇനിയും തമേവ പ്രസംഗം പഠാമഹ, നമുക്ക് ആ പ്രസംഗം വായിക്കാം, പഠിക്കാം. അനന്തരം ഇതിനു ശേഷം അഭിനയസഹിതം, അഭിനയത്തിനോടൊപ്പം നാടകമപ്പി കരിഷ്യാമഹ, നാടകവും ചെയ്യാം. ഹിരണ്യകശിപോഹു സഭ, ഹിരണ്യകശ്യപന്റെ സഭ. രാജഭടഃ, രാജഭടൻ. ആയ ബഹു സാവധാനാഹ തിഷ്ഠന്തു. എല്ലാവരും സാവധാനം ഇരിക്കുക. പേ അറ്റൻഷൻ എന്ന് പറയാണ്. രാജാതിരാജഃ രാജഗംഭീരഃ ത്രൈലോക്യാധിപതി ദേവാദിദേവഃ ദൈത്യരാജഃ ഹിരണ്യകശിപു ആഗച്ഛതി. രാജാതിരാജൻ, രാജാക്കന്മാരിൽ കേമൻ, ത്രിലോകാധിപതി, ദേവാദിദേവൻ, ദൈത്യരാജൻ ഹിരണ്യകശിപു ഇതാ വരികയായി, ഇതാ വരുന്നു. സഭാസദഃ, ഇത് കേട്ട സഭാംഗങ്ങൾ, വിജയതാം മഹാരാജ് വിജയതാം, വിജയതാം മഹാരാജ് വിജയതാം, മഹാരാജോ വിജയിക്കട്ടെ, വിജയിക്കട്ടെ, മഹാരാജോ വിജയിക്കട്ടെ, വിജയിക്കട്ടെ. ഹിരണ്യകശിപു ഹാ 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 ഹാ, അട്ടഹാസേന സഹ, അട്ടഹാസത്തോടെ, അഹമേവ സർവശക്തിമാൻ അസ്മി, ഞാൻ തന്നെയാണ് ഏറ്റവും പവർഫുൾ. അഹം അമരഃ അസ്മി, ഞാൻ അമരനാണ്, എനിക്ക് മരണമില്ല. മന്ത്രി, ഇവിടെ മന്ത്രി പറയാണ്, സത്യം ദൈത്യരാജ്, സത്യമാണ് ദൈത്യരാജാവേ. സുരാഹ അസുരാഹ യക്ഷ ഗന്ധർവ കിന്നരാഹ ഭവതഃ സർവേ ഭീതാഹ തിഷ്ഠന്തി. ദേവൻ, അസുരൻ, യക്ഷൻ, ഗന്ധർവൻ, കിന്നരങ്ങൾ ഇവയെല്ലാവരും തന്നെ അങ്ങേ പേടിച്ചാണ് ഇരിക്കണത്. ദൈത്യപുരോഹിതഃ, ദൈത്യപുരോഹിതൻ പറയാണ്, ഭഗവൻ, ഹേ ഭഗവാനെ, ദേശേ സർവത്ര ഭവതഃ ഏവ പൂജ ഭവതി. നാട്ടിലെല്ലായിടത്തും അങ്ങേ മാത്രമാണ് പൂജിക്കുന്നത്, ആരാധിക്കുന്നത്. അന്യദേവതാനാം പൂജാരാധനം ന ഭവതി. മറ്റ് ദേവന്മാരെ ഒന്നും ആരും പൂജിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. ഇതഃ പരം യജ്ഞഭാഗാദികം അപി ദേവേഭ്യഃ ന കേ അപി ദാസ്യന്തി. ഇനി മുതൽ യജ്ഞത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട, അതായത്
യജ്ഞ ആഹുതി പോലും ദേവന്മാർക്ക് നൽകുകയുമില്ല. ഹിരണ്യകശിപു പറയാണ്, സാധു സാധു, നന്ന് നന്ന്, വളരെ നല്ലത്. ഐ ഭോ മന്ത്രി, ഹേ മന്ത്രി, സർവത്ര ജനാഹ മാമേവ ധ്യായന്തി ഖലു. നിശ്ചയമായും എല്ലാ ആൾക്കാരും എന്നെ തന്നെയാണ് ധ്യാനിക്കുന്നത്. മന്ത്രി, ദേവ സർവത്ര ഭവതഃ ഏവ നാമകീർത്തനം ഭവതി. കിന്തു, ഹേ ദേവ, എല്ലാവരും തന്നെ അങ്ങേ തന്നെയാണ് ധ്യാനിക്കുന്നത്, നാമകീർത്തനം ചെയ്യുന്നത്. പക്ഷേ അതോ മുഖഃ മൗനം തിഷ്ഠതി, തല താഴ്ത്തിക്കൊണ്ട് മൗനമായി നിന്നു. ഹിരണ്യകശിപു സക്രോധം. ഹിരണ്യകശ്യപൻ വളരെ ദേഷ്യത്തോടെ, ആ ജാനാമി ജാനാമി, ആ അറിയാം അറിയാം, ഭവാൻ മമ പുത്രസ്യ വിഷയെ വക്തും ഇച്ഛതി ഖലു. നിശ്ചയമായും അങ്ങ് എൻ്റെ മകൻ്റെ കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രി മന്ദധ്വനിന, വളരെ ലോ വോയിസിൽ, സത്യം ദേവ, സത്യമാണ് ദേവ. ഹിരണ്യകശിപു, മമ പുത്രകഃ ഏവ മമ ശത്രുഃ അസ്തി. എൻ്റെ പുത്രൻ തന്നെയാണ് എൻ്റെ ശത്രു. കുലകലങ്കഃ സഹ പ്രഹ്ലാദഃ. കുലത്തിന് തന്നെ കളങ്കമായ ആ പ്രഹ്ലാദൻ അഹർനിശം, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, മമ ശത്രുഹു ഹരിഹി, എൻ്റെ ശത്രുവായ ഹരിയുടെ ഗുണഗാനം കരോതി, ഗുണഗാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സേനാപതി, സ്വാമിൻ, ഹേ സ്വാമി, ഗജസ്യ പദദലനേന അപി സഹ ജീവതി. ആനയെക്കൊണ്ട് ചവിട്ടിച്ചിട്ടുകൂടി അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ മരിച്ചില്ല. ഹിരണ്യകശിപു, ഹിരണ്യകശ്യപൻ, ഓഹോ മഹത് ആശ്ചര്യം, ഓഹോ വളരെ ആശ്ചര്യമായിരിക്കുന്നു. സേനാപതി പറയാണ്, ഭവത് ആജ്ഞയ വയം, അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഞങ്ങൾ ഉത്തുംഗശിഖരാത് തം പാതിത്വന്തഃ, അവനെ ഉയർന്ന പർവ്വത ശിഖരത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു. തഥാപി, എന്നിട്ടും സഹ നാമൃതഃ, എന്നിട്ടും അവൻ മരിച്ചില്ല. മന്ത്രി, രജ്വാ ബന്ധ്വാ സമുദ്രമധ്യേ ക്ഷിപ്തവന്തഃ, കയറുകെട്ടി കടലിൻ്റെ നടുക്ക് കൊണ്ടെറിഞ്ഞു. തഥാപി, എന്നിട്ടും. ഹിരണ്യകശ്യപൻ ഹസ്തോ മർദ്ദയൻ സക്രോധം, കൈകൾ തിരുമ്മി വളരെ ദേഷ്യത്തോടെ, ആഹ് കിം കർവാണി, കിം കർവാണി യതസ്യ, ഓഹ് എന്തു ചെയ്യും ഇവൻ്റെ. കിഞ്ചിത്ത് വിചിന്യ, എന്തോ ചിന്തിച്ചിട്ട്, ആസ്താം താവത്, ശരി നിൽക്കട്ടെ, ഉപായഃ മയാ ചിന്തിതഃ, ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ദൃശ്യാമി സഹ കഥം ജീവിഷ്യതി ഇതി, നോക്കാം അവൻ എങ്ങനെ ജീവിച്ചിരിക്കുമെന്ന്. വദൻ സഭാതഃ നിർഗതഃ, എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ നിന്ന് ഇറങ്ങി. സർവേ നിഷ്ക്രാന്താഃ, എല്ലാവരും ഇറങ്ങുന്നു. ഹിരണ്യകശിപൻ, ഐ ഭൂഃ അനുജേ, ഹേ സഹോദരി, ഹോളികേ 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 ഹോളികേ, കുത്രസി ത്വം, നീ എവിടെയാണ്? ഇതഃ, ഇവിടെ വരൂ. ഹോളിക, പ്രണമാമി ഭ്രാതഃ, പ്രണാമം സഹോദര, പ്രണാമം ചേട്ടാ. കഥം മാം സ്മരസി, എന്തിനാ എന്നെ ഓർത്തത്? കിമർത്ഥം ദുഃഖിത ഭാസി, എന്തിനാ സങ്കടപ്പെട്ടിരിക്കണത്? കിം കാരണം അസ്യ ദുഃഖസ്യ, എന്താണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണം? വദ ഭ്രാതഃ, പറയൂ ചേട്ടാ, പറയൂ. ഹിരണ്യകശിപു, അനുജേ സഹോദരി, ത്വം ജാനാസി ഏവ മമ പുത്രഃ ഏവ മമ ശത്രുഃ ജാതഃ, നിനക്കറിയാമോ എൻ്റെ മകൻ തന്നെ എൻ്റെ ശത്രുവായി. ക്ഷീണസ്വരേണ സർവം വൃത്താന്തം കഥയതി, ലോ വോയിസിൽ നടന്നതെല്ലാം തന്നെ പറഞ്ഞു. ഹോളിക, ഇത് കേട്ട ഹോളിക പറയാണ്, ഭ്രാതഃ, ഹേ ഏട്ടാ, അലം ചിന്തയ, ചിന്തിക്കാണ്ടിരുന്നാലും, ബ്രഹ്മണഃ വരപ്രസാദാത് അഗ്നിഃ മാം ന ദഹതി, ബ്രഹ്മാവിൻ്റെ വരപ്രസാദത്താൽ അഗ്നി എന്നെ ദഹിപ്പിക്കില്ല. അഹം ജ്വാലയിഷ്യാമി പ്രഹ്ലാദം, ഞാൻ പ്രഹ്ലാദനെ കത്തിക്കാം. ആശ്വസ്തോ ഭവ, ആശ്വസിച്ചാലും. ഹോളിക പ്രഹ്ലാദകക്ഷം പ്രവിശതി, ഹോളിക പ്രഹ്ലാദൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രഹ്ലാദഃ ഹോളികാം ദൃഷ്ട്വാ, ഹോളികയെ കണ്ട്,
പിതൃഷു സഹ ആലിംഗതി. അപ്പച്ചേ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഹോളിക ആയ ബഹു പ്രഹ്ലാദ ആഗച്ഛ ആവാം ക്രീഡിഷ്യാവഹ. ഏയ് പ്രഹ്ലാദ വരൂ നമുക്ക് കളിക്കാം. പ്രഹ്ലാദ സഹർഷം വളരെ സന്തോഷത്തോടെ. പാഠം ശരി. ഹോളിക പ്രഥമം ത്വം മാം അന്വേഷസി. ആദ്യം നീ എന്നെ കണ്ടുപിടിക്കേ. പ്രഹ്ലാദ സഹർഷം വളരെ സന്തോഷത്തോടെ. സാധു ഓക്കേ. ഹോളിക പ്രഹ്ലാദസ്യ നേത്രയോഹു പട്ടികാം ബധ്നാതി. ഹോളിക പ്രഹ്ലാദൻ്റെ കണ്ണുകളിൽ തുണി കെട്ടുന്നു. കിഞ്ചിത് ദൂരെ കുറച്ച് ദൂരെയായി അഗ്നിം പ്രജ്വാലയതി. തീ കൊളുത്തുന്നു. സ്വയം അഗ്നോ ഉപവിശ്യ സ്വയം തീയിൽ ഇരുന്നു കൊണ്ട് കരതലധുരിന ആഹ്വായതി. കൈകൾ തട്ടിക്കൊണ്ട് വിളിക്കുന്നു. അതായത് കൈകൾ അടിച്ചുകൊണ്ട് എന്തു ചെയ്യാണ്? പ്രഹ്ലാദനെ വിളിക്കുകയാണ്. ഹോളിക അത്ര അഹം അത്ര അസ്മി. ഇത് ഇവിടെ, ഞാൻ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ എന്ന് പറയാണ്. പ്രഹ്ലാദ അഹോ താപം അനുഭവാമി ഖലു അഹം. ഓഹോ, എനിക്ക് വലിയ ചൂട് അനുഭവപ്പെടുന്നു. പ്രഹ്ലാദ അഗ്നികുണ്ഡസ്യ സമീപം ഗച്ഛതി. പ്രഹ്ലാദൻ അഗ്നികുണ്ഡത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഹോളിക തം അങ്കി സ്വീകരോതി. ഹോളിക അവനെ എടുത്ത് മടിയിലിരുത്തുന്നു. ഹോളിക ഹ ഹ ഹ ഹ പ്രഹ്ലാദ അഹം തവ മൃത്യു അസ്മി. ഞാൻ നിന്റെ മൃത്യുവാണ്, മരണമാണ്. അഹം ത്വാം അഗ്നേ ദാസ്യാമി. ഞാൻ നിന്നെ അഗ്നിയാൽ ദഹിപ്പിക്കും. പ്രഹ്ലാദ കരൗ ബന്ധ്വ ഹരിം സ്മരതി. കൈകൾ കൊപ്പിക്കൊണ്ട് ഹരിയെ സ്മരിക്കുന്നു. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. നാരായണസ്യ കൃപയാ പ്രഹ്ലാദഃ രക്ഷിതഃ ഭവതി. നാരായണൻ്റെ കൃപയാൽ പ്രഹ്ലാദൻ രക്ഷപ്പെടുന്നു. ബ്രഹ്മണഃ വരസ്യ ദുരുപയോഗ കാരണാൽ. ബ്രഹ്മാവിൻ്റെ വരത്തിൻ്റെ ദുരുപയോഗം കാരണത്താൽ അഗ്നി ഹോളികാം ഏവ ജ്വാലയതി. അഗ്നി ഹോളികയെ തന്നെ ദഹിപ്പിക്കുന്നു. അതായത് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരം ദുരുപയോഗം ചെയ്തതിനാൽ അഗ്നി ഹോളികയെ തന്നെ ദഹിപ്പിച്ചു. ഓക്കെ. ഹോളിക അഗ്നിദാഹാത് ആർത്തനാദം കുർവതി പ്രാണാൻ ത്യജതി. ഹോളികയാകട്ടെ അഗ്നിദാഹത്താൽ അഗ്നി ജ്വലിപ്പിച്ചതിനാൽ ആർത്തനാദം കുർവതി നിലവിളിച്ചുകൊണ്ട് പ്രാണാൻ ത്യജതി പ്രാണൻ ത്യജിക്കുന്നു. ദൈത്യാഹ ഇത് കണ്ട ദൈത്യന്മാർ പറയാണ്, അഹോ കിമേതത്. ഓഹോ, ഇതെങ്ങനെ? ഹോളിക ഏതദഗ്ധ. ഹോളിക തന്നെ ദഹിച്ചു പോയല്ലോ. തതൊക്കെ പ്രവിശത്തി പ്രഹ്ലാദ ഹിരണ്യകശിപുഃ ച. അവിടേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആര്? പ്രഹ്ലാദനും ഹിരണ്യകശിപനും. പ്രഹ്ലാദ പറയാണ്, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഇങ്ങനെ നാമം ചൊല്ലുകയാണ്. ഹിരണ്യകശിപൻ സക്രോധം ദന്താൻ വിഘടയൻ. വളരെ ദേഷ്യത്തോടെ പല്ല് കടിച്ചു പിടിച്ച്, ആഹ് നാരായണ നാരായണ, ഓഹ് നാരായണ നാരായണ, ദർശയ കുത്ര അസ്തി തവ നാരായണ. കാണിച്ചതാ, എവിടെയാണ് നിന്റെ നാരായണൻ? പ്രഹ്ലാദ താത് ശ്രീഹരിഹി തു സർവത്ര അസ്തി. അച്ഛാ, ശ്രീഹരിയാണേ എല്ലായിടത്തും ഉണ്ട്. ഇത് കേട്ട ഹിരണ്യകശിപു എന്താ ചോദിച്ചേ? ഹിരണ്യകശിപൻ ചോദിച്ചു, കിം തേ ഹരിഹി അത്ര അസ്തി തത്ര അസ്തി സോപാനേഷു അസ്തി അഥവാ അസ്മിൻ സ്തംഭേ അസ്തി. നിന്റെ ആ ഹരി ഇവിടെ ഉണ്ടോ, അവിടെ ഉണ്ടോ, പടികളിലുണ്ടോ, അതോ ഈ തൂണിലുണ്ടോ? പ്രഹ്ലാദ നൂനം ഹരിഹി സർവത്ര അസ്തി. നിശ്ചയമായും ഹരി എല്ലായിടത്തും ഉണ്ട്. അസ്മിൻ സ്തംഭേ അപി അസ്തി. ഈ തൂണിൽ വരെയുണ്ട്. ആട്ടെ, ഇത് കേട്ട ഹിരണ്യകശിപു എന്താ പറഞ്ഞേ? ആഹ് മൂഢ, പശ്യ അനേന ഖഡ്ഗേന സ്തംഭം ഭങ്ഷ്യാമി. ഹേ വിഡ്ഢി, നോക്ക്, ഈ വാളുകൊണ്ട് ഞാൻ ഈ തൂണ് തകർക്കും. പ്രഹ്ലാദ ഇതൊക്കെ കേട്ട പ്രഹ്ലാദൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ആ കുഞ്ഞ് എന്ത് ചെയ്യായിരുന്നു? ആ കുഞ്ഞ്
സ്മരിക്കുകയായിരുന്നു, അതായത് ഭഗവാനെ ഭജിക്കുകയായിരുന്നു. ഹിരണ്യകശിപു സ്തംഭം പ്രഹരത്തി. ഹിരണ്യകശിപു തൂണിൽ അടിക്കുന്നു. മഹതാ ഗർജനേന നരസിംഹ സ്തംഭാത് ബഹിഃ ആഗച്ഛതി. ഏറെ ഗർജനത്തോടെ നരസിംഹം തൂണിൽ നിന്ന് പുറത്തു വരുന്നു. എന്നിട്ട് പുറത്തു വന്നിട്ട് എന്താ സംഭവിച്ചേ? നരസിംഹമൂർത്തി ക്രോധേന സിംഹഗർജനം കുറുവൻ. ക്രോധത്താൽ സിംഹഗർജനം ചെയ്ത്. രേ പാപാത്മൻ, ഹേ പാപാത്മാവേ, അദ്യ തവ മൃത്യുഃ സന്നിഹിതഃ. ഇന്ന് നിന്റെ മൃത്യു വന്നിരിക്കുന്നു. കാലോ അഹം തവ, നിന്റെ സമയം അടുത്തിരിക്കുന്നു. ഹിരണ്യകശിപുഃ ആദൗ ആശ്ചര്യേണ പശ്യതി പുനഃ കഥയതി. ഹിരണ്യകശിപൻ ആദ്യം ആശ്ചര്യത്തോടെ നോക്കുന്നു, പിന്നെ പറയുന്നു. എന്താ പറഞ്ഞേ? ആഹ് അസത്യവാദിൻ, ഹേ കള്ളം പറയുന്നവനെ, അഹം ബ്രഹ്മദേവാത് വരം പ്രാപ്യ അമരഃ അസ്മി. ഞാൻ ബ്രഹ്മദേവനാൽ വരം പ്രാപിച്ച് അമരനാണ്, എനിക്ക് മരണമില്ല. ത്വാം ഏവ മൃത്യുലോകം പ്രേഷിഷ്യാമി. ഞാൻ നിന്നെ യമലോകത്തേക്ക് അയക്കും. തസ്മിൻ സന്ധ്യാകാലേ നരസിംഹ ഹിരണ്യകശിപും കേശേഷു ഗൃഹീത്വാ കർഷതി. ആ സന്ധ്യാസമയത്ത് നരസിംഹം ഹിരണ്യകശിപുവിൻ്റെ തലമുടി പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. നരസിംഹമൂർത്തി പറയാണ്, രേ മൂർഖ, ഹേ വിഡ്ഢി, അധമ, നീച, ത്വം ബ്രഹ്മദേവാത് വരം പ്രാപ്തുവാനസി. നീ ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയിട്ടുണ്ട്. തം വരം അനുലംഘ്യ അഹം ത്വാം മാറയിഷ്യാമി. എന്നാൽ ആ വരം ലംഘിക്കാതെ തന്നെ ഞാൻ നിന്നെ വധിക്കും, കൊല്ലും. രാജഭവനസ്യ അന്തഃ ബഹിഃ ച ഏതയോഃ മധ്യേ വിദ്യമാനായാം ദഹല്യാം തം ഗൃഹണാതി. കൊട്ടാരത്തിന് അകത്തുമല്ലാതെ പുറത്തുമല്ലാതെ മധ്യഭാഗത്തുള്ള ഉമ്മറപ്പടിയിൽ വെച്ച് അവിടെ പിടിക്കുന്നു. മൂഢ, ഹേ വിഡ്ഢി, പശ്യ, നോക്ക്. ന ത്വമസി ഭുവി ന ച സ്വർഗേ. നീ ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല. ന വ പാതാളേ ന ച ആകാശേ. നീ പാതാളത്തിലുമല്ല ആകാശത്തിലുമല്ല. ന ഗൃഹാഭ്യന്തരേ ന ബഹിർഭാഗേ വ. വീടിന് ഉള്ളിലുമല്ല പുറത്തുമല്ല. നായം ദിവസോ ന വ രാത്രി. ഇത് പകലുമല്ല രാത്രിയുമല്ല. നാഹം മനുഷ്യോ ന ച പശുഃ. ഞാൻ മനുഷ്യനുമല്ല മൃഗവുമല്ല. ന അസ്ത്രേണ ന ച ശസ്ത്രേണ. അസ്ത്രത്താലുമല്ല ശസ്ത്രത്താലുമല്ല. നിച നഖൈഃ തവ വക്ഷഃസ്ഥലം വിദീര്യ ഹനിഷ്യാമി. എൻ്റെ നഖങ്ങൾ കൊണ്ട് നിന്റെ നെഞ്ചു പിളർന്ന് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയാണ്. ഓക്കെ, ഇത് കേട്ട ഹിരണ്യകശിപു എന്താ പറഞ്ഞേ? ഹിരണ്യകശിപു പറയാണ്, ഭീതഃ, പേടിച്ചിട്ട്, പ്രഭോ ക്ഷമസ്വ മാം, ക്ഷമസ്വ, എന്നോട് ക്ഷമിച്ചാലും. ആട്ടെ, നരസിംഹമൂർത്തി ക്ഷമിച്ചോ? ഇല്ല. നരസിംഹമൂർത്തി എന്താ പറഞ്ഞേ? അധമ, ഹേ നീച, ന തേ അപരാധഃ ക്ഷമ്യഃ. നിന്റെ അപരാധം ക്ഷമിക്കാൻ കഴിയില്ല. സിംഹഗർജനം കുറുവൻ ഹിരണ്യകശിപോഃ വക്ഷഃസ്ഥലം ഭിന്നതി. ഇങ്ങനെ പറഞ്ഞ് സിംഹഗർജനത്താൽ ഹിരണ്യകശിപുവിൻ്റെ നെഞ്ച് പിളർന്നു. അധ്യാപിക എന്നിട്ട് കഥയെല്ലാം കഴിഞ്ഞ് അധ്യാപിക പറയാണ്, ഏവം ബാലഃ പ്രഹ്ലാദഃ ഈശ്വരഃ സർവത്ര അസ്തി ഇതി ദർശിത്വാൻ. ഇത്തരത്തിലാണ് ബാലകനായ പ്രഹ്ലാദൻ ഈശ്വരൻ എല്ലായിടത്തുമുണ്ടെന്ന് കാണിച്ചു തന്നത്. അത് ഏവ ഉച്ചത്തെ, അതുകൊണ്ടാണ് പറയാറ്, ഈശാവാസ്യം ഇതം സർവം ഇതി. ഈശ്വരൻ എല്ലായിടത്തുമുണ്ട് എന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.